ഈശോയിൽ സ്നേഹമുള്ളവരെ, വചന സന്ധിയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കാലയളവിലൊക്കെ ധ്യാന മേഖലയിലായിരുന്നു. നിരവധി ജനം പ്രാർത്ഥിക്കാനായി എത്തിച്ചേരുന്നു. നിരവധി സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാനായിട്ടും വചന വിചിന്തനത്തിനും പഠനത്തിനുമൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോഴൊക്കെ മുമ്പിലെത്തുന്ന എല്ലാവരുടെയും മുഖങ്ങൾ അധികം മ്ലാനമാണ്. സങ്കടത്തിൻ്റെ കഥയാണ് എല്ലാവർക്കും ഉള്ളത്. നാളുകൾ മുമ്പോട്ട് പോകും തോറും സഹനങ്ങൾ വർദ്ധിക്കുകയാണ്. സഹനത്തിൽ നിന്നും പിന്മാറാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുക. സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ആരും തത്രപ്പെടുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ദൈവശാസ്ത്രമനുസരിച്ച് സഭ ആരംഭിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നാണ്. കുരിശിൻ്റെ താഴെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ സഭയുടെ പ്രതീകമായിട്ട് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. താഴെ നിൽക്കുന്ന യോഹന്നാൻ സ്ലീഹായെ പൗരോഹിത്യത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഇതര വ്യക്തികൾ വിജാതീയരുടെയും സജാതീയരുടെയും പ്രതിരൂപങ്ങളായിട്ട് സ്ലീഹ പറയുമ്പോൾ അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് സ്ലീഹ തന്നെ പറയുന്നുണ്ട്. രക്തം വിശുദ്ധ കുർബാനയുടെ സൂചനയാണെങ്കിൽ വെള്ളം മറ്റിതര കൂദാശകൾ, ഇനീഷ്യൽ സാക്രമെൻറ്റ്സ്, പ്രാരംഭ കൂദാശകളുടെ സൂചനയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ഈ സഭ തന്നെ ആരംഭിക്കുന്നത് സഹന പശ്ചാത്തലത്തിലാണ്. റോമിൽ നിരവധി സിമിത്തേരികളുണ്ട്. ഭൂമിക്കടിയിലെ സിമിത്തേരികൾ, കാറ്റക്കോമ്പുകൾ എന്നാണ് അവയെ വിളിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ കാറ്റക്കോമ്പ് സെൻറ്റ് കലിസ്റ്റസ് കാറ്റക്കോമ്പാണ്. ഭൂമിക്കുള്ളിൽ 20ലധികം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ സിമിത്തേരിയിൽ അടക്കപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടവരായിരുന്നു ഭൂരിപക്ഷവും. സെൻറ്റ് കലിസ്റ്റസ് പോലും കൊല്ലപ്പെട്ടത് അതിൽ നിന്നാണ്. അനേകായിരങ്ങൾ യേശുവിന് വേണ്ടി ജീവൻ ഹോമിച്ചിട്ടുണ്ട്. ഈ കഠിനമായ സഹനം, ആ സഹനത്തിൽ പതറിപ്പോവാതെ മുമ്പോട്ട് പോകണം എന്ന് വചനം ആവർത്തിച്ച് 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 നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ പത്രോസിൻ്റെ പാലായനത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. റോമിലെ കൂട്ടക്കുരുതി ഒരുപക്ഷെ ചിന്തയ്ക്ക് അതീതമായപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ റോമിൽ നിന്നും പുറത്തേക്ക് അന്തിമയക്കത്തിൽ ആപ്യൻ വഴിയിലൂടെ ഓടിമറയുന്ന പത്രോസിൻ്റെ കഥയാണിത്. മുഖത്ത് അസ്തമയ സൂര്യൻ്റെ ചെങ്കിരണങ്ങൾ പതിക്കുമ്പോൾ ഉള്ളും മുഖവും ചുമന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന വ്യഥയിൽ മുമ്പോട്ട് പോകുന്ന പത്രോസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന നിഴലിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഓടിമറയുന്ന പത്രോസ് മുമ്പിൽ നിഴൽ കണ്ടു. അത് നാഥൻ്റെ നിഴലാണ് എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലത്തീൻ ഭാഷയിൽ, കോവാദിസ് ദോമിനെ, കോവാദിസ് ദോമിനെ, നാഥ നീ എങ്ങോട്ട് പോകുന്നു? മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഓടിമറയുന്ന റോമിലേക്ക് ഞാൻ തിരികെ പോകുവാണ്. എൻ്റെ മക്കളോടൊത്ത് ഒരിക്കൽ കൂടി പീഡനങ്ങളേറ്റ് കുരിശിൽ മരിക്കാൻ സഹിക്കാൻ ഞാൻ റോമിലേക്ക് പോകുകയാണ്. ഇത് കേൾക്കുന്ന പത്രോസ്ലീഹ തൻ്റെ കയ്യിലിരുന്ന് വടി അവിടെ കുത്തി നിർത്തിയിട്ട് തിരികെ റോമിലേക്ക് ഓടുന്ന കണ്ണീരിൻ്റെ ഒരു കഥ വിവരിക്കും. ഈ സ്ലീഹ പിന്നീട് ലേഖനം എഴുതുമ്പോൾ വളരെ കരുത്തോടും ഉണ്മയോടും കൂടി പ്രതിപാദിക്കുന്ന ഒരു വിഷയം സഹനമാണ്. ആ സഹനത്തെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളെ പരീക്ഷിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരാനായി അവസരം ലഭിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുവിൻ എന്ന് സ്ലീഹ പറയുക. ഇത് തന്നെ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ പോയ എല്ലാ സ്ഥലത്തും തിരസ്കരണങ്ങളും ആക്രമണങ്ങളും കഠിനമായ സഹനങ്ങളും സ്വീകരിക്കുന്ന പൗലോസ്ലീഹ ഈ സഹനമാണ് എൻ്റെ കരുത്തെന്നും ഈ സഹനമാണ് എൻ്റെ മേന്മയെന്നും ഏതിനെക്കുറിച്ചെങ്കിലും ഞാൻ ആഹ്ലാദിക്കുന്നുവെങ്കിൽ, ഏതിനെക്കുറിച്ചെങ്കിലും ഞാൻ മേന്മ പറയുന്നെങ്കിൽ
അത് എനിക്ക് ലഭിച്ച സഹനത്തെക്കുറിച്ചാണ് ഞാൻ മേന്മ പറയുന്നതെന്നും പൗലോസ്ലീഹ വളരെ ഹൃദയ പരമാർത്ഥതയോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ, ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ, ക്രിസ്തു സ്വീകരിച്ച സഹനമാണ്. ആ സഹനത്തിൻ്റെ പങ്കാളിത്തം എനിക്കും നിങ്ങൾക്ക് ലഭിക്കും. ആ സഹനം നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നല്ല. എൻ്റെ സന്നിധിയിലിരുന്ന് ആ സഹനത്തെ സ്വീകരിക്കാനായിട്ടാണ് കർത്താവ് എപ്പോഴും ഓർമ്മപ്പെടുത്തുക. മനുഷ്യനെ രക്ഷിക്കാൻ മരണമല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം കർത്താവിനില്ലായിരുന്നോ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് മറ്റു പല മാർഗങ്ങളും കർത്താവിന് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മരണം സ്വീകരിച്ചു എന്നത്, എന്തുകൊണ്ട് കഠോരമായ പീഡനങ്ങൾ സ്വീകരിച്ചു എന്നത്, എന്തുകൊണ്ട് കഠോരമായ തിരസ്കരണങ്ങളും വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ സ്വീകരിച്ചു എന്നത് പഠന വിഷയമാണ്. പല കാരണങ്ങളിൽ ഒന്ന്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയവും സഹനവും മരണമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന സഹനം, അത് ഭയപ്പെടേണ്ടതില്ല. മരണത്തെ അതിജീവിക്കുന്നവനാണ് നിന്റെ ദൈവമെന്നും മരണത്തിൻ്റെ അതിനാഥനാണ് നിന്റെ ദൈവമെന്നും നമ്മളെ ഹൃദയത്തിൽ എഴുതി വെച്ച് പഠിപ്പിക്കാനായിട്ട് അവൻ മരണത്തെ സ്വീകരിച്ചു. മരിക്കാൻ പോകുന്നതിന് മുൻപ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് ഇരുത്തി പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം, 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം. ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന നൂതനമായ ചിന്തകളും പഠനങ്ങളും ഉപദേശങ്ങളും ആണ് ഈ അധ്യായങ്ങൾ നമ്മൾ കാണുക. 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ഈശോ പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന ശീർഷകങ്ങൾ ഞാൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 13-ാം അധ്യായത്തിന് ശേഷം യൂദാസ് വഞ്ചിക്കും, ഒപ്പം നിൽക്കുന്നവൻ വഞ്ചിക്കും എന്ന് കർത്താവ് പറയുന്നു. അതിനുശേഷം സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണം കൊടുക്കുന്നു. ഒപ്പം നിൽക്കുന്നവൻ, സഭയുടെ നേതാവായി പോകേണ്ടവൻ ഗുരുവിനെ നിഷേധിക്കുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു. ഞാനാണ് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വഴി എന്ന് പിന്നീട് പഠിപ്പിക്കുന്നു. അതിനുശേഷം ഈ ലോകത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നേരിടാൻ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ചെയ്യുന്നു. 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടികളും ശാഖകളും, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം, എങ്കിലേ ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം ലോകം ഇങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരെ ലോകം വെറുക്കും എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ 16-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ ഹൃദയഹാരിയായ കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ചാച്ചൻ എവിടെ പോയതായിരുന്നു? അമ്മച്ചിക്ക് സുഖമില്ല, വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാൻ പോയതാ. എന്നിട്ട് എന്നെ എന്താ അറിയിക്കാഞ്ഞേ? മോനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചു. എന്താ ചാച്ച ഇങ്ങനെ? അതല്ല മോനെ, ഇത്രയൊക്കെ മോൻ സഹായിച്ചില്ലേ, അത് മതി. ചാച്ച എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്ന് വണ്ടി കയറിക്കേ. ഞാൻ നടന്നു പോയിക്കോളാം. അത് വേണ്ട ചാച്ച, ഇങ്ങോട്ട് വന്നേ, വണ്ടി കയറി.
എന്നാ മോനെ ഞാനങ്ങ് പോയിക്കോട്ടെ. അത് പറ്റില്ല, കേറിയിട്ട് പോവാം. മോനെ കൂട്ടുകാരനൊക്കെ വന്നല്ലേ. അതെ, എന്നെയൊക്കെ പ്രായമുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. അകത്തോട്ട് വന്നേ. മോനെ എനിക്ക് വേണ്ട. അമ്മച്ചിയുടെ കാര്യം മോനറിയാലോ. ഞാൻ ചെല്ലാതെ അവളൊന്നും കഴിക്കുകയല്ല. എന്നാലും കുറച്ച് കഴിക്കും. മോൻ വിഷമിക്കരുത്, സങ്കടപ്പെടുകയും വേണ്ട. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചേ കഴിച്ചിട്ടുള്ളൂ. അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഞാനിപ്പോ വരാവേ. അതെ, നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? ഒരു മോളേ ഉള്ളൂ. അവള് മംഗലാപുരത്ത് നേഴ്സിങ്ങിന് പഠിക്കുക. നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടുന്ന് ഒരു 200 വാരാകലെ. അപ്പച്ചാ, ഇത് അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കും. അതൊന്നും വേണ്ട മോനെ. അതിന് ഞാൻ ചാച്ചന് തരണല്ലോ. ഇതെന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. വേണ്ടായിരുന്നു മോനെ. ചാച്ചൻ വാ, ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട മോനെ. കൂട്ടുകാരനൊക്കെ ഉള്ളതല്ലേ. മാത്രമല്ല ചാച്ചന് നടന്ന് നല്ല പരിചയ. ചാച്ച, ആനി വിളിക്കുമ്പോ എന്റെ അന്വേഷണം പറയണേ. പറയാം. പിന്നെ അടുത്ത ആഴ്ച അവള് വരുന്നുണ്ട്. നിനക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നീ എന്തിനാ കണ്ണി കണ്ടവരൊക്കെ ചാച്ചാന്ന് വിളിക്കുന്നേ? അങ്ങേരെ എൻ്റെ ആരുമില്ല, പക്ഷേ ചാച്ചൻ എൻ്റെ എല്ലാമാണ്. മനസ്സിലായില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം നീ ഇപ്പൊ കണ്ണി കണ്ടവനെന്ന് വിളിച്ചില്ലേ, ആ മനുഷ്യൻ കാരണ. എടാ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. അന്നാ ദിവസം എൻ്റെ ജീവിതം അവസാനിച്ച ദിവസം. എന്നാ പറ്റി? ഈ ഷർട്ട് മുഴുവൻ ചോരയാണല്ലോ. എന്ത് പറ്റീന്ന്? നിന്റെ പൈസ വലുതുണ്ടോ? ഒരു കൊച്ചിനെ ആശുപത്രി എത്തിച്ചിട്ട് ഞാൻ വന്നേക്കോ. ഇവിടെ എവിടുന്നാ അച്ചായ പൈസ? ഇതൊക്കെ ഗ്യാരണ്ടി അല്ലേ? ആകെയുള്ളത് ഈ താലിമാല മാത്രം. നീ അതും ഊര്. ഇച്ചായ പറയുന്ന കേക്കടി, ഒരു ജീവന് വേണ്ടിയാ. വേഗം ഊര്. താലിമാല വിറ്റു. അതുമാത്രമല്ല, ആകെയുണ്ടായിരുന്ന വരുമാനമായിരുന്നു 2 പശുക്കള്. അതിനെയും വിറ്റു എനിക്ക് വേണ്ടി. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല. കോമയിലായിപ്പോയി. എന്റെ ജീവന് വേണ്ടി അപ്പച്ചന ഈശോയെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. സിസിലി, അവനൊരു ഓപ്പറേഷൻ വേണമെന്ന് 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഈശോയെ, ഒരു വഴി കാണിച്ചു തരണേ. ഇച്ചായ, വിറ്റാലും വേണ്ടില്ല, പണയം വെച്ചാലും വേണ്ടില്ല, ഓപ്പറേഷൻ നടക്കണം. സിസിലി,
അച്ചായൻ വേഗം ചെല്ലും. എന്നിട്ട് എന്തുണ്ടായി? ഓപ്പറേഷൻ വിജയകരമായിരുന്നു. പക്ഷേ എൻ്റെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു. എന്നിട്ടോ? പിന്നീട് മരുന്നിൻ്റെയും പ്രാർത്ഥനയുടെയും നാളുകൾ. പുണ്യം ചെയ്ത ആ 2 ജന്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. അവരാണ് ശരിക്കും ഭൂമിയിലെ മാലാഖമാർ അല്ലേ? അതെ. ഒരിക്കൽ പോലും ചാച്ചൻ്റെ അമ്മയുടെയും മുഖം കറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നിന്റെ ബന്ധുക്കളും നിന്നെ അന്വേഷിച്ചില്ലേ? ആരന്വേഷിക്കാൻ? ഞാൻ അനാഥനല്ലേ? അപ്പനും അമ്മയും മരിച്ച പിന്നെ ബന്ധുക്കളൊന്നും തിരിഞ്ഞു നോക്കാതായി. പക്ഷേ ഞാനിപ്പോൾ അനാഥനല്ല. എനിക്ക് അപ്പനും അമ്മയുണ്ട്. അല്ല, ഇതിനിടയ്ക്ക് ഒരു അനീര കാര്യം പറയുന്ന കേട്ടല്ലോ. അത് ചാച്ചൻ്റെ മോള്. നഴ്സിങ്ങിന് പഠിക്കുക, മിടുക്കിയ. 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ. എന്താടാ അവളുടെ കാര്യം പറയുമ്പോ 100 നാക്കാണല്ലോ. ഏയ് ഒന്നുമില്ല. സത്യം പറ, നിനക്ക് ആ കൊച്ചിന് ഇഷ്ടമാണോ? ചാച്ചനൊന്നും അങ്ങനൊന്നും കരുതിയിട്ടുണ്ടാവില്ല. അത് വിട്, നിനക്ക് ഇഷ്ടമാണോ? ആ കൊച്ചിനെങ്ങനെയാന്ന് എനിക്കറിയില്ലല്ലോ. എടാ നിനക്ക് ഇഷ്ടമാണെന്ന് പറ. ഉം. ആഹാ, അതെ, എഴുന്നേറ്റേ. ഇതൊന്നും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. നീ എന്തായി കാണിക്കുന്നത്? നമ്മൾ അവരെ വീട്ടിൽ പോകുന്നു, പെണ്ണ് ചോദിക്കുന്നു. ഏയ് അതൊന്നും ശരിയാകത്തില്ല. നീ എന്റെ കൂടെ നിന്ന് വന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയോളാം. എന്നാലും ഒരെന്നാലും ഇല്ല. നീ ചോറ് അതൊക്കെ കഴിച്ചല്ലോ. പിന്നെ. നീ എണീറ്റേ, വാ പോയി ഡ്രസ് മാറിക്ക്. എനിക്ക് വാ. കേട്ടോടി പെണ്ണേ, കൊച്ചു അടുത്ത ആഴ്ച ഇങ്ങ് വരും. പഠനവും കഴിഞ്ഞ്. കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ പറഞ്ഞു വിടണം. അതിന് നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോടി? അതെ ചായ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താണ്? അഭിമോനും ആനിയുമായുള്ള കല്യാണം. എന്താ ചിരിക്കുന്നേ? വേറൊന്നും കാണാനില്ലായിരുന്നോ? ഇച്ചായന് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? എടി പെണ്ണേ, കൊക്കിലൊതുങ്ങുന്നേ കൊത്താവുള്ളൂ. അമ്മച്ചി എങ്ങനെയുണ്ട് അസുഖം? കുറഞ്ഞട മോനെ, ഒരു ചെറിയ പനിയേ ഉള്ളൂ. വാ മക്കളെ, കേറിയിരിക്കാം. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ. എന്താ? എന്താ മക്കളെ? അത് അപ്പച്ച അല്ലേ, വേണ്ട, ശരിയാകത്തില്ല. മോനെ എന്തു പറ്റി? എന്താണേലും പറയും മോനെ. ഞാൻ പറയുന്ന കാര്യം അപ്പച്ചന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകരുത്. അതെ മോനെ, വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറഞ്ഞേ. അല്ലേ വേണ്ട, ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവർക്കും അതൊരു വിഷമാവും. എന്ത് തന്നെയാണേലും മോൻ പറ. ആനീനെ അപ്പിക്ക് കെട്ടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ച, അത് ശരിയാകത്തില്ല. സോറി അപ്പച്ച. മോനെ, ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. ഇതിനും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് വരാനുണ്ടോ? അല്ല, ആനീരെ അഭിപ്രായം അറിയണ്ടേ? അവൾക്ക് പണ്ടേ സമ്മതമാ. അഭിമോനെന്ന് വെച്ചാല് എന്റെ ആനിമോള് ജീവൻ കളയും. അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ ആയില്ലേ? ഇനി ഞങ്ങൾ കാരണന്മാര് തീരുമാനിച്ചോളാം ബാക്കി കാര്യങ്ങൾ, അല്ല അപ്പച്ച? ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യത്തെ കർത്താവ് പറഞ്ഞ വചനം മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു വചനത്തെ, ഈ ഒരു ഫോർമുലയെ അച്ഛനിരുന്ന് ധ്യാനിച്ചു. എങ്ങനെയാണ് ഈ ദുഃഖം സന്തോഷമായിട്ട് മാറുക? ദുഃഖം ഇരട്ടിക്കുന്നതായും ദുഃഖം അവസാനിക്കാതെ തുടരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. ദുഃഖം അങ്ങനെ സന്തോഷമായിട്ട് മാറും. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, അവിടുന്ന് പറഞ്ഞ ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് എന്നെ എത്തിക്കാനായിട്ട് മനസ്സാകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എവിടെയോ വായിച്ചറിഞ്ഞ ഒരു കഥ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഒരുപക്ഷെ ഈ കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ കഥ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്ന കഥയാണ്. അത് 3 മരങ്ങളുടെ കഥയാണ്. 3 മരങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു, വലിയ മരങ്ങളാണ്. 3 മരങ്ങളും പരസ്പരം സംസാരിക്കാൻ ആരംഭിച്ചു. ഒന്നാമത്തെ മരം പറഞ്ഞു, എനിക്കൊരു മോഹമുണ്ട്. എൻ്റെ മോഹം ഒരു തൊട്ടിലാകണം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു തൊട്ടിലാകണം. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക ചിരി കാണാൻ പറ്റും, പാൽമണമുള്ള പുഞ്ചിരി, ആ കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചലുകളൊക്കെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു തൊട്ടിലാകണം. രണ്ടാമത്തെ മരം പറഞ്ഞു, എൻ്റെ മോഹം അതല്ല, എൻ്റെ മോഹം വലിയ കപ്പലാകണം. വലിയ കപ്പലായിട്ട് പുറംകടലിലൂടെ യാത്ര പോകണം.
സ്വർണവും രത്നവും വിലപിടിപ്പുള്ള വസ്തുക്കളുമായിട്ടൊക്കെ ഒത്തിരി യാത്ര പോകണം. അതാണ് എൻ്റെ മോഹം. മൂന്നാമത്തെ മരം പറഞ്ഞു, എൻ്റെ മോഹം അതല്ല, എനിക്ക് നന്മ ചെയ്യണം. ജീവജാലങ്ങൾക്ക് ജീവനെ സമൃദ്ധിയിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും ഒന്നാകണം. അതാണ് എൻ്റെ മോഹം. 3 മരങ്ങളും സംസാരിച്ച് നിൽക്കുമ്പോൾ മനുഷ്യർ വരുന്നത് കണ്ടു. വാളുകളും മഴുവും ഒക്കെയായി മനുഷ്യൻ വരികയാണ്. അവർ 3 മരങ്ങളും മുറിച്ചിട്ടു, വെട്ടിമുറിച്ചു. ഒന്നാമത്തെ മരം, ആ മരം തൊട്ടിലാകാൻ ആഗ്രഹിച്ച മരമാണ്. ആ മരം കൊണ്ട് അവർ ഒരു തൊഴുത്തുണ്ടാക്കി. കൊച്ചുകുട്ടികളുടെ പാൽമണമുള്ള പുഞ്ചിരി, കിളിക്കൊഞ്ചലുകളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ മരം അത് ഇപ്പോൾ തൊഴുത്തായി. ഈ തൊഴുത്ത് പറഞ്ഞു, കഷ്ടമായി, ഇത് ശാപമായി എൻ്റെ ജീവിതം. എവിടെയും എത്താൻ പറ്റിയില്ല, ആഗ്രഹിച്ചതൊന്നതും നേടാൻ പറ്റിയില്ല. ചെറിയ മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ മോഹങ്ങളില്ലായിരുന്നു. കുഞ്ഞു മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലും എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ എന്തൊരു കഷ്ടമാണിത്, ഈ ജീവിതം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ തൊഴുത്ത് സ്വയം ശപിച്ചു, ജീവിതത്തെ ശപിച്ചു, സഹനത്തെ ശപിച്ചു. വേണ്ടിയിരുന്നില്ല, വേണ്ടിയിരുന്നില്ല, ഈ സഹനം പേറാനാവില്ല, സ്വയം ശപിച്ചു. രണ്ടാമത്തെ മരം, ആ മരം വലിയ കപ്പലാകാൻ ആഗ്രഹിച്ച മരമാണ്. ആ മരം കൊണ്ട് അവർ ഒരു തോണി ഉണ്ടാക്കി, മത്സ്യം പിടിക്കുന്ന തോണി. ഈ തോണിയിൽ മുക്കുവർ യാത്രയായി. രത്നങ്ങളും മുത്തുകളും വെളിപ്പിടിപ്പുള്ള വസ്ത്രങ്ങളുമായിട്ട് പുറം കടലിലൂടെ യാത്ര പോകാൻ ആഗ്രഹിച്ച കപ്പലിപ്പോൾ തോണിയായി. ചാള, അയല, ഇതര മീനുകൾ, മീനിൻ്റെ ഉളുമ്പ്, കടലിൻ്റെ അസ്വസ്ഥത, ദുർഗന്ധം എല്ലാം കൊണ്ട് തോണി സങ്കടത്തിലായി. തോണി പറഞ്ഞു, വലിയ കപ്പലാകാൻ ആഗ്രഹിച്ചു, ഒന്നുമായില്ല, ഒന്നുമാകാൻ പറ്റിയില്ല. ഞാൻ കൊച്ചിതാ ഒരു വഞ്ചിയായിരിക്കുന്നു, മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വഞ്ചി. അതിൻ്റെ അസ്വസ്ഥത, ഇനി എന്തിന് ജീവിക്കണം, ഈ ജീവിതം പാഴായിപ്പോയല്ലോ. സഹനം അധികരിക്കുന്നു, സഹനത്തെ പഴിച്ചു, വിഷമങ്ങളെ പഴിച്ചു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ മരം, ജീവൻ നൽകാൻ, ജീവനിലേക്ക് നയിക്കാൻ എന്തെങ്കിലും ഒന്നാകാൻ ആഗ്രഹിച്ച മരം. ആ മരം കൊണ്ട് മനുഷ്യർ ഒരു കഴമരമുണ്ടാക്കി, ഒരു കഴുമരം. മലയുടെ മുകളിൽ അത് നാട്ടി നിർത്തി. തെറ്റ് ചെയ്യുന്നവരെ കഴുമരത്തിൽ കെട്ടിത്തൂക്കി. ആ കഴുമരത്തിൽ കടന്നുകൊണ്ട് അവർ ലോകത്തെ മുഴുവനും ചീത്തു വിളിച്ചു. ഒന്നും ശരിയാവാതെ പോവും, എല്ലാം തകർന്നു പോകും. ശാപവാക്കുകൾ ഓരോ പ്രാവശ്യവും. ഈ കഴുമരത്തിൻ്റെ മേനിയിലൂടെ എന്നും ചുടുരക്തം താഴേക്കൊഴുകി. കഴുമരം പറഞ്ഞു, ജീവൻ നൽകാൻ, ജീവൻ കൊടുക്കാൻ, ജീവന സമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരു മരം ഞാൻ ഇതാ ജീവൻ നശിപ്പിക്കുന്ന, ജീവൻ നഷ്ടമാകുന്ന ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്, എന്തൊരു കഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യജീവിതത്തെ പച്ചയായി അവതരിപ്പിക്കുന്ന ഒരു കഥ. നമ്മുടെയൊക്കെ ജീവിതമാണ് ഈ മരത്തിൻ്റെ കഥകൾ. 3 മരങ്ങൾ. വലിയ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്കും. കൊച്ചു കൊച്ചു മോഹങ്ങളാ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. സ്വാഭാവികമായും അത് സമൂഹ ജീവിതത്തിൽ ന്യായമായും അവകാശപ്പെട്ടത്. അത് നിഷേധിക്കപ്പെടുകയോ അത് ലഭിക്കാതെ വരികയോ ഒന്നിനു പിറകെ ഒന്നായിട്ട് കണ്ണീര് സഹനങ്ങളും കടന്നു വരുമ്പോഴും തനിച്ചിരുന്ന് കരയുകയും വിലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരും ഒരു ആശ്രയമില്ലല്ലോ, ആരും ഒപ്പമില്ലല്ലോ, ആരും കൂടെ ഇല്ലല്ലോ, ഞാൻ തനിച്ചായി പോയല്ലോ, എന്നെ സങ്കടം കാണാൻ ആരുമില്ലല്ലോ, ദൈവം പോലും കൈവിട്ടോ, ദൈവം പോലും ശത്രുപക്ഷത്ത് നിൽക്കുന്നോ എന്ന് ചിന്തിച്ചു പോയ കാലഘട്ടം എനിക്ക് നിങ്ങൾക്കും ഇല്ലേ? ഉണ്ട്. പക്ഷെ കഥ തുടരും. കഥ തുടരുന്നത് ഒരു പ്രകാശത്തിൻ്റെ സന്ദേശമായിട്ടാ. ഒന്നാമത്തെ തൊഴുത്തിലേക്ക് സന്ധ്യാവേളയിൽ ഒരു മനുഷ്യൻ കയറി വരുന്നു. ആ മനുഷ്യൻ ഒരു ഗർഭിണിയായ ഭാര്യയുടെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവൾക്ക് സമയമായിരിക്കുന്നു. ഇവിടെയും ഇടം കിട്ടാത്തതുകൊണ്ട് തൊഴുത്ത് തിരഞ്ഞെടുത്തതാണ്. തൊഴുത്തിൽ ഇത്തിരി കച്ചിയൊക്കെ എടുത്ത് തൻ്റെ ഭാര്യയുടെ കടിഞ്ഞൂൽ പ്രസവത്തിന് ബെഡൊരുക്കുന്നു. എന്നിട്ട് തൻ്റെ ഭാര്യയെ ചേർത്ത് കിടത്തുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നു.
ആകാശത്ത് മാലാകമാർ ഗാനങ്ങൾ ആലപിച്ചു. പൊന്നും മീറയും കുന്തിരിക്കുമായി രാജാക്കന്മാർ കാഴ്ചവന്നു. ആട്ടിടയന്മാർ എത്തിച്ചേർന്നു. ആകാശത്ത് വലിയ പ്രകാശമുദിച്ചു. നക്ഷത്രം സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ നിമിഷം. തൊഴുത്തു പറഞ്ഞു, ഇന്നലെ വരെയും സങ്കടത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും പ്രതീകമായിരുന്ന തൊഴുത്ത് ഇന്നു മുതൽ ആഹ്ലാദത്തിൻ്റെയും ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും പുൽക്കൂടായി മാറുന്നു. കർത്താവ് പഠിപ്പിച്ചു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. കടലോരത്ത് മുക്കുവർ വലകൾ നന്നാക്കുന്നു. പട്ടുധരിച്ച തീക്ഷണതയുള്ള കണ്ണുകളുള്ള ഒരു മനുഷ്യൻ വേഗത്തിലെത്തി. എന്നിട്ട് ചോദിച്ചു, ഈ വഞ്ചി ആരുടേതാ? കടലിൽ കിടക്കുന്ന വഞ്ചി. ഒരാൾ പറഞ്ഞു, എൻ്റെതാ. എങ്കിൽ ഇത്തിരി ഉള്ളിലേക്ക് കയറ്റിയിടാവോ? ഉള്ളിലേക്ക് കയറ്റിയിട്ടു. ആ വഞ്ചിയിലിരുന്നു കൊണ്ട് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ അവരോടും തുടർന്ന് ലോകത്തോടും പറഞ്ഞു. വഞ്ചി പറഞ്ഞു, ഇന്നലെ വരെയും സങ്കടത്തിൻ്റെ വേദനയുടെയും കുറവിൻ്റെയും പോരായ്മയുടെയും പരാതിയുടെയും അടയാളമായിരുന്ന വഞ്ചി തോണി ഇന്നു മുതൽ ലോകം എമ്പാടും പ്രഘോഷിക്കപ്പെടും. എൻ്റെ രക്ഷകൻ ഇരിക്കാനുള്ള ഇരിപ്പിടമായി നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന തലകരിഞ്ഞ കഴുമരം. താഴ്വാരങ്ങളിൽ നിന്ന് അലർച്ചകൾ കേൾക്കുന്നുണ്ട്, നിലവിളികൾ കേൾക്കുന്നുണ്ട്, ചാട്ടയടിയുടെ പ്രതിധ്വനി കേൾക്കുന്നുണ്ട്. ആരെയോ കഴിവിലേക്ക് ഉയർത്താനായിട്ട് ഇതാ കൊണ്ടുവരുന്നു എന്ന് കഴുമരം മനസ്സിലാക്കി. ഒരിക്കൽ കൂടി കണ്ണീരിൻ്റെയും ശാപവാക്കുകളുടെ സമയം ഇതാ. ഒരിക്കൽ കൂടി എൻ്റെ ശരീരത്തിലൂടെ ഇതാ രക്തമൊഴുകും. വിഷമിച്ചു നിന്ന കഴുമരത്തിലേക്ക് ഒരുവനെ കയറ്റി. ഈ സമയത്ത് ഇതാ ലോകത്തെ മുഴുവൻ ശാസിക്കും എന്ന് കഴുമരം വിചാരിച്ചു. പക്ഷെ സംഭവിച്ചില്ല. അങ്ങനെ സംഭവിച്ചില്ല. സംഭവിച്ചത് ലോകത്തെ അമ്പരപ്പിക്കുന്ന വാക്യങ്ങളായിരുന്നു. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. സഹനങ്ങളെ പഴിക്കാതെ കുരിശിൻ്റെ മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്ക്. നാഥാ, നിന്റെ മുമ്പിൽ, നിന്റെ സഹനത്തിന് മുമ്പിൽ എൻ്റെ സഹനം ഇതാ കാഴ്ചവെക്കുന്നു. സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു. നീ അത് ഏറ്റെടുക്കണം. നിന്റെ കുരിശ് ചാലിട്ടൊഴുകിയ രക്തത്തിൽ ഇതാ എൻ്റെ വേദനയുടെ രക്തത്തെ ഞാൻ കലർത്തുന്നു. ബലം നൽകണം നാഥാ എന്ന് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ടവരെ, ദുഃഖം സന്തോഷമായിട്ട് മാറും. ദുഃഖവെള്ളി ഈസ്റ്ററായി മാറും. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.